ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് സമയം അവസാനിച്ചെങ്കിലും കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ ബൂത്തുകളിൽ വോട്ടിംഗ് തുടരുകയാണ്. ചിലയിടങ്ങളിൽ കനത്ത ക്യൂവും ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. അതേസമയം കാത്തിരുന്നിട്ടും നേരം വൈകിയതോടെ ചിലർ വോട്ട് ചെയ്യാനാകാതെ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇതുവരെ 71% പോളിംഗാണ് ആകെ രേഖപ്പെടുത്തി കഴിഞ്ഞതും. എന്തായാലും അരുൺ കൊടുങ്ങൂർ, സോണൽ കൃഷ്ണ എന്നിവർ നമ്മളോടൊപ്പം ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ കൊടുങ്ങൂരിലേക്കാണ് ആദ്യം. അരുൺ, ഈ കോഴിക്കോടും കണ്ണൂരുമാണ് വിശേഷം ഇപ്പോൾ ഈ പോളിംഗ് രേഖപ്പെടുത്തുന്നതിൽ താമസം വന്നിരിക്കുന്നത്. മന്ദഗതിയിലാണ് പോളിംഗ് എന്നുള്ള പരാതി ഉയരുന്നുണ്ട്. എന്താണ് കാരണം? ഇത്തരം ഒരു പ്രശ്നമുണ്ടായിരുന്നു. വളരെ വൈകി മാത്രമാണ് ക്യൂ മുന്നോട്ട് നീങ്ങിയിരുന്നത്. അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഈ സമയത്ത് പങ്കുവെക്കാനുണ്ട്. കോഴിക്കോട് മണ്ഡലത്തിലെ ഇതുവരെയുള്ള പോളിംഗ് 74.63% എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വടകരയിലേത് 75.98% എത്തിയിരിക്കുകയാണ്. 10 മണി വരെയുള്ള കണക്കുകൾ പ്രകാരമാണ് ഈ ഒരു വിവരം ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാനൊന്ന് ഇടപെടുന്നു. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന ശരാശരിയേക്കാളും കൂടുതലാണ് ഈ രണ്ടിടങ്ങളിലെയും വോട്ടിംഗ് ശതമാനം. അങ്ങനെ കണക്കാക്കുകയാണെങ്കിലും വടകരയിലേക്ക്, വിശേഷാൽ വടകരയിലേക്ക് വരികയാണെങ്കിൽ അവിടെയും ഈ പോളിംഗിനായുള്ള വോട്ടർ നിര ഇപ്പോഴും ക്യൂ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്തായിരിക്കും ഈ കൂടുതൽ വോട്ടിംഗ് അവിടെ നിന്ന് നൽകുന്ന രാഷ്ട്രീയ സൂചന? ഉത്തരം മാത്രമാണ് ഇതിനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മളെ ആവർത്തിച്ച് വ്യക്തമാക്കിയതുപോലെ തന്നെ കടുത്ത ത്രികോണ മത്സരത്തിന്റെ വീറും വാശിയും വടക്കൻ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഫലനം ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ വോട്ടിങ്ങിനെ ബാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില ബൂത്തുകളിൽ ഈ കാലതാമസം ഉണ്ടായതിനപ്പുറത്തേക്ക് മറ്റു ചില ബൂത്തുകളിൽ ഇങ്ങനെ കൃത്യമായി ആളുകളുടെ ഒരു ഒഴുക്ക് ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും 2091 ബൂത്തുകളാണ് നിലവിൽ ഉള്ളത്. അതിൽ 157 ബൂത്തുകളിൽ ഇപ്പോഴും പോളിംഗ് പൂർണ്ണമായും അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസാനമായി നമുക്ക് നൽകുന്ന വിവരങ്ങളിൽ പറയുന്നത്. എന്തായാലും വലിയൊരു രാഷ്ട്രീയ പോരാട്ടം ഇവിടെ നടന്നു എന്നുള്ളതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അതുതന്നെയാണ് ഇത്തരം ഒരു പോളിംഗ് വർദ്ധിക്കാനുള്ള ഒരു കാരണത്തിലേക്കും എത്തിയിരിക്കുന്നത്. ഓരോ മണ്ഡലങ്ങളിലും കൃത്യമായി പരമാവധി ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ സ്ഥാനാർത്ഥികളും മുന്നണികളും നേതാക്കളും എല്ലാം തന്നെ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പുലർച്ചെ മുതൽ തന്നെ വോട്ടിംഗ് ആരംഭിച്ച 7 മണിക്ക് മുതൽ തന്നെ എല്ലാ ബൂത്തുകളിലും കൃത്യമായി വലിയൊരു സമ്മതിദായകരുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. രാത്രി വൈകിയും 6 മണി വരെയും കൃത്യമായ ഒരു വലിയ നീണ്ട നിര തന്നെ എല്ലാ ഈ വോട്ടിംഗ് ഇഴഞ്ഞതിൽ കാരണം എന്തെന്നാണ് അരുൺ കേൾക്കുന്നത്? ഈ സംവിധാനത്തിലെ ഈ വോട്ട് ചെയ്യാൻ ഒരുക്കിയ സംവിധാനത്തിൽ എന്തെങ്കിലും പാകപ്പിഴകളോ അല്ലെങ്കിൽ അത് മന്ദഗതിയിലായതോ ആകണോ കാരണം? അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ ഈ കാത്തു നിൽക്കുന്ന വോട്ടർമാർ രേഖപ്പെടുത്തുകയുണ്ടായോ? ചിലയിടങ്ങളിൽ അതൊരു വലിയ പ്രതിസന്ധിയായിട്ടുണ്ട്. മുന്നണി നേതാക്കളെല്ലാം തന്നെ അത് പരാതിയായി പറയും. ചില ഉദ്യോഗസ്ഥരുടെ ഒരു അലംഭാവം അല്ലെങ്കിൽ ഒരു കാലതാമസം ഈ വോട്ടിംഗ് ഇത്ര വൈകാൻ ഇടയായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. അതുതന്നെയാണ് അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. തുടക്കത്തിൽ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ആ തിരക്ക് നിയന്ത്രിച്ചുകൊണ്ട് വോട്ടിംഗ് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലയിടങ്ങളിൽ സാധിച്ചിട്ടില്ല. അത് വൈദഗ്ധ്യമുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു കുറവ് ഇതിൽ കാരണമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ചില ഇടങ്ങളിൽ ഈ വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായിട്ടുണ്ടായിരുന്നു. അത് തുടക്കത്തിൽ പോളിംഗ് ആരംഭിക്കുന്നതിന് അല്പം വൈകുകയും ചെയ്തിട്ടുണ്ട്. അതും ഒരു പ്രതിസന്ധിയായി തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ 2 കാരണങ്ങളാണ് പ്രധാനമായും ഈ ഒരു പ്രശ്നത്തിനായി ഇവർ പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അതിനെല്ലാം ഉപരിയായി തന്നെ പരമാവധി ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും ആയി എന്നതാണ് ഈ വടക്കൻ കേരളത്തിലെ മൊത്തം കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തവും കൃത്യവുമാകുന്നത്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. ഈ നമുക്കറിയാം 1.5 മാസക്കാലം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ, അതിന്റെ കൊട്ടിക്കലാശം, നിശബ്ദ പ്രചരണം, അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ ബൂത്തുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനം, ബൂത്തുകൾ കെട്ടി കൃത്യമായി ആളുകളെ വിളിച്ച് വോട്ട് ചെയ്യിക്കുന്ന ഒരു നടപടിയിലേക്ക് എല്ലാ മുന്നണി നേതാക്കളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് പോകും. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം ഇവിടെ നടന്നു. തീർച്ചയായും ഇനി നമുക്ക് സോണൽ കൃഷ്ണയിലേക്ക് കൂടി എത്തേണ്ടതുണ്ട്. സോണൽ, ഈ മലപ്പുറത്ത് എന്താണ് കാരണം? ഇങ്ങനെ വോട്ടിംഗ് ഇപ്പോഴും നീളുകയാണ്, വോട്ടർമാരുടെ വലിയ നിര ഇപ്പോഴും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
അതിന് പ്രധാനമായി 3 ബൂത്തുകളിലാണ് ഇപ്പോഴും വോട്ട് അല്ലെങ്കിൽ വോട്ടെടുപ്പ് തുടരുന്നത് എന്നുള്ളതാണ്. വള്ളിക്കുന്ന്, തിരൂര്, താനൂര് എന്നീ മണ്ഡലങ്ങളിലെ ഓരോ ബൂത്തുകളിൽ വീതം ഇപ്പോഴും വോട്ടെടുപ്പ് തുടരുകയാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രധാനമായും നമുക്കറിയാം ഇന്ന് വെള്ളിയാഴ്ചയാണ്. പ്രധാനമായും മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലകളാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പലരും എത്തിയത്. അതുകൊണ്ട് തന്നെ വലിയ ജനത്തിരക്ക് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. അത് പിന്നീട് ആവർത്തിച്ചു അല്ലെങ്കിൽ അതിക്രമിച്ചു വന്നു. വൈകിട്ടായതോടുകൂടി വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യം വന്നു.